ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള ഒരു ആൾദൈവം, അദ്ദേഹത്തിനെതിരെ വരുന്ന വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. കുട്ടികളും സെക്സ് കാണണമെന്നും അതിലാരും ലജ്ജിക്കേണ്ട കാര്യമില്ല എന്നുമാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. സ്നേഹത്തിലൂടെയും സെക്സിലൂടെയും കീഴ്വഴക്കങ്ങളിലൂടെയും മാത്രമേ സ്വാതന്ത്ര്യം സാധ്യമാകൂ എന്നായിരുന്നു ഓഷോ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നത്. മാതാപിതാക്കളുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് വിഘ്നം വരാതിരിക്കാൻ കുട്ടികളെ മറ്റ് കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്തിരുന്നത് എന്നും ഇപ്പോൾ 54-കാരിയായ സർഗം, അതായത് ഒരു ജർമ്മനി വനിത വെളിപ്പെടുത്തുകയാണ്. ഈ ജർമ്മനി വനിതയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. പ്രേം സർഗത്തിന് 6 വയസ്സുള്ളപ്പോഴാണ് ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ IBM-ലെ ജോലി ഉപേക്ഷിച്ച് അച്ഛൻ ഡേവനിലെ വീട് വാങ്ങുന്നത്. ആത്മീയമായ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ പൂനെയിലേക്കായിരുന്നു ആ യാത്ര. 1 വർഷത്തിനകം തന്നെ സർഗത്തെയും അമ്മയും കൂടെ അച്ഛൻ ഇന്ത്യയിലെ ആശ്രമത്തിലേക്ക് കൂട്ടുന്നത്. അങ്ങനെ 6-ാം വയസ്സിൽ തന്നെ കാഷായ വസ്ത്രം ധരിച്ച് ഓഷോ സന്യാസിയാകുന്ന സർഗം. 70-ഉം 150-ഉം പേർ കയറിയിറങ്ങുന്ന കുഞ്ഞു ശരീരങ്ങൾ. കുറച്ചുനാൾ കഴിഞ്ഞ് മാതാപിതാക്കളിൽ നിന്നും മാറ്റി കുട്ടികളെ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പഠനമോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞു പ്രായത്തിലെ കളിയും രസങ്ങളുമില്ല. രാത്രിയും പകലുമെന്നുമില്ലാതെ അടുക്കളയിൽ 12 മണിക്കൂർ ജോലിയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആ പ്രായത്തിൽ കാണുന്നതെല്ലാം സെക്സ് ആയിരുന്നു. ആശ്രമത്തിലെ ഓരോ കൂടാരങ്ങളിലും ആണും പെണ്ണും ലൈംഗിക വാശിയിൽ ഏർപ്പെടുന്നത് കണ്ടു നിൽക്കുകയായിരുന്നു പണി. രാത്രി കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ അതേ ബെഡിൽ ആരെങ്കിലും വന്ന് സെക്സിൽ ഏർപ്പെടുന്നുണ്ടാകും. ഇതോടൊപ്പം സെക്സുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ചിത്രങ്ങളുമായിരിക്കും എങ്ങും ഉണ്ടാകുന്നത്. 7-ാം വയസ്സിൽ തന്നെ മുതിർന്ന ഒരു പുരുഷൻ സർഗത്തെ ലൈംഗികമായി ഉപയോഗിച്ചു. മാസങ്ങളോളം മിഠായി നൽകി പ്രലോഭിപ്പിച്ചായിരുന്നു ഇത്. 16 വയസ്സ് പിന്നിടുമ്പോഴാണ് അന്ന് സംഭവിച്ചത് എന്തായിരുന്നു എന്ന് മനസ്സിലാകുന്നത് എന്ന് അവർ പറയുന്നു. അന്നു മുതൽ 11-ാം വയസ്സ് വരെ ആശ്രമത്തിലെ ഗാർഡുകളിൽ പലതരത്തിലുള്ള ലൈംഗിക വൃത്തികൾക്കായി അവളെയും ഒപ്പമുണ്ടായിരുന്ന കുട്ടികളെയും ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. പല പുരുഷന്മാരുമായും സെക്സിൽ ഏർപ്പെടാൻ നിർബന്ധിക്കപ്പെട്ടു. ഇതെല്ലാം ഇന്ത്യയിലെ ആശ്രമത്തിലായിരുന്നു സംഭവിച്ചത് എന്ന് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു. 11-ാം വയസ്സിൽ ഇംഗ്ലണ്ടിലെ സാഫോക്കിലുള്ള മെദിന ആശ്രമത്തിലേക്ക് സർഗത്തെ കൊണ്ടുപോയി. അവിടെ ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാൻ എന്ന് പറഞ്ഞാണ് മിൽഡൻ ഹാളിലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഹൗസിലെത്തിക്കുന്നത്. ഒറ്റയ്ക്കായിരുന്നു സർഗം അവിടെ ഉണ്ടായിരുന്നത്. മാതാപിതാക്കളോ ഇന്ത്യയിൽ ആശ്രമത്തിൽ പരിചയപ്പെട്ട കുട്ടികളോ ഒപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രം മാറ്റമുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നേരിട്ട ലൈംഗിക ചൂഷണം അവിടെയും മുടക്കില്ലാതെ തുടർന്നിരുന്നു. അവിടെ 6 മാസം കഴിഞ്ഞ് US-ലെ ഒറിഗോണിലെ ആശ്രമത്തിലെത്തി. അവിടെ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സഫോക്കിലെ ആശ്രമ അധികൃതരോട് കരഞ്ഞ് കാലു പിടിച്ചാണ് അവിടേക്ക് അയക്കുന്നത്. അവിടെ വെച്ചാണ് മുതിർന്നവരുമായി സെക്സിൽ ഏർപ്പെടാൻ സർഗത്തിന് പരിശീലനം ലഭിക്കുന്നത്. ഇവിടെ വെച്ച് തന്നെ കന്യത്വവും നഷ്ടപ്പെട്ടു. അവിടെ വെറും 3 വർഷത്തിനിടെ 50 തവണ ലൈംഗിക പീഡനത്തിനിരയായി എന്നും സർഗം പറയുന്നുണ്ട്. ലൈംഗിക അടിമയെ പോലെയായിരുന്നു പെരുമാറിയത് എന്നും പറയുന്നു. ആ സമയത്തിനകം 50ഓളം പുരുഷന്മാർ അവളുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഒറിഗോൺ ആശ്രമത്തിൽ 70ഉം 150ഉം പേർ പീഡനത്തിനിരയാക്കിയ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് സർഗം വെളിപ്പെടുത്തുന്നത്. ഓഷോ ആശ്രമത്തിലെ കുഞ്ഞുങ്ങൾ വളരെയധികം പീഡനങ്ങൾ നേരിടുന്നവരാണെന്നും പറയുന്നുണ്ട്. സർഗം ഒറ്റയൊരാളല്ല, എണ്ണമറ്റ കുഞ്ഞുങ്ങൾ ഓഷോ ആശ്രമങ്ങളിൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിനും വൈകൃതങ്ങൾക്കും ഇരയാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതിനു മുമ്പും ഓഷോ ആശ്രമത്തിലെ ലൈംഗിക ചൂഷണത്തിന്റെ കഥകൾ പുറത്തുവരികയും അമേരിക്കയിൽ ഉൾപ്പെടെ വലിയ അന്വേഷണ കോലാഹലങ്ങൾക്ക് നിയമ നടപടികൾക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. രജനീഷിനെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയതും ഇതിന്റെ തുടർച്ച തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് കുട്ടികൾ നേരിട്ട പീഡന പരമ്പരകളുടെ വിവരങ്ങൾ അടുത്തിടെയാണ് പുറംലോകം അറിഞ്ഞിരുന്നത്. ജർമ്മൻകാരിയായ പ്രേം സർഗത്തിന് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ മരോസ്ജ പെരിസോണിസ് സംവിധാനം ചെയ്ത് ചിൽഡ്രൻ ഓഫ് ദി കൾട്ട് എന്ന ഡോക്യുമെന്ററി ആ ക്രൂരതകളിലേക്കാണ് ക്യാമറ തിരിക്കുന്നത്. നിരവധി അതിജീവിതകളാണ് ഓഷോ ആശ്രമങ്ങളിൽ തങ്ങൾ നേരിട്ട പീഡന കഥകൾ ഡോക്യുമെന്ററിയിൽ വെളിപ്പെടുത്തുന്നത്. കുഞ്ഞുങ്ങളായിരിക്കെ മുതിർന്ന സ്ത്രീകളുടെ പീഡനത്തിനിരയായ പുരുഷന്മാരുണ്ട് എന്നും ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്. ആസ്റ്റർഡാമിലെ ആശ്രമത്തിലാണ് പെരിസോണിയസ് ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയായത്. 13-ാം വയസ്സിൽ 3 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് അവരെ അന്ന് പീഡനത്തിന് ഇരയാക്കിയത്. 2021-ൽ ഫേസ്ബുക്കിലൂടെയാണ് അവർ കുറ്റവാളികളുടെ പേര് പറഞ്ഞ് അവർ ആദ്യമായി പരസ്യ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇതിനു പിന്നാലെ തങ്ങളും നേരിട്ട സമാനമായ അനുഭവങ്ങൾ പറഞ്ഞ് വലിയൊരു കൂട്ടം പുറത്തു വരികയായിരുന്നു. പിന്നീടാണ് വിഷയം ആളിക്കത്തുന്നത്. ഓഷോ കേന്ദ്രങ്ങളിലെങ്ങും സെക്സ് ആയിരുന്നു എന്നാണ് പെരിസോണിയസ് പറയുന്നത്. ഒരു അതിരുമില്ലാത്തൊരു ലോകമായിരുന്നു അത്. ഗർഭനിരോധ ഉറകൾ കാണാമായിരുന്നു എല്ലായിടത്തും. ഓരോ കുട്ടിക്കും ഗർഭനിരോധന ഉറകളും ഗ്ലൗസുകളും അടങ്ങിയ കപ്പ് ബോർഡ് തന്നെ ഉണ്ടായിരുന്നു. എയ്ഡ്സ് സാധ്യതകൾ പറഞ്ഞു പേടിപ്പിച്ചതുകൊണ്ടാവാം ഗ്ലൗസും
ഉപയോഗിച്ച് മാത്രമേ സെക്സ് പാടുള്ളൂ എന്ന് കുട്ടികളെ പഠിപ്പിച്ചിരുന്നു അത്രേ. ഇതെല്ലാം എന്തിനാണെന്നറിയാതെ കുട്ടികളായിരുന്ന തങ്ങൾ അതിൽ വെള്ളം നിറച്ച് പരസ്പരം എറിഞ്ഞു കളിക്കുകയായിരുന്നു എന്നാണ് മരോസ്റ്റാ പെരിയോണസ് പറയുന്നത്. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു ആൾദൈവമാണെന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് തന്നെ നാണക്കേടാവുകയാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇത് സത്യമാണെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു രാഷ്ട്രമെന്ന് അല്ലെങ്കിൽ രാജ്യമെന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്നത് ഓർത്തു നോക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് തന്നെയാണ് പറയാനുള്ളത്.